കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വരുന്നുണ്ട്, കൊടുങ്കാറ്റ് പോലെ ശത്രു വരുന്നുണ്ട്. ദൈവം തരുന്ന സന്തോഷങ്ങളിൽ പല പരീക്ഷണങ്ങളും നടത്തിയെന്നു വരും. നിർബന്ധിത അവസ്ഥകളിൽ അനിഷ്ടത്തോടെയാണെങ്കിലും അതെല്ലാം സ്വീകരിച്ചേ മതിയാവും. ജനനവും മരണവും ദൈവത്തിൽ നിഷിദ്ധമാണ്. പല പരീക്ഷണങ്ങളെയും അതിജീവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവകാശിയുടെ ജനനം അത്ര എളുപ്പം സാധ്യമാകുന്ന ഒന്നല്ല. കർമ്മഫലം എന്നൊന്നുണ്ട്. അതനുഭവിക്കാതെ ഒരാൾക്കും ഈ മണ്ണ് വിട്ടു പോകാൻ സാധ്യമല്ല. ചെയ്തതിനും ചെയ്തുകൊണ്ടിരിക്കുന്നതിനുമൊക്കെ അദൃശ്യനായൊരു ശക്തി കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ട്. ആ കണക്കുകൾക്ക് മുകളിൽ തിരുത്തലുകൾ വരുത്താൻ പോകുന്ന കഴിവ് ഈ ലോകത്ത് ഒരു മനുഷ്യജന്മത്തിനും സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. തൂഫാൻ, തൂഫാനായക. അലസമായ ഹൃദയത്തോടും കാര്യങ്ങളെ നിസ്സാരവൽക്കരിച്ച് കാണരുത്. ആകാശച്ചുഴികൾ രൂപപ്പെട്ടു കഴിഞ്ഞു. കൊടുങ്കാറ്റിന് സമമായി അവൾ വരും. ആ കൊടുങ്കാറ്റിൽ കടപുഴകി വീഴാതിരിക്കാൻ ശക്തമായി നിലയുറപ്പിക്കണം. എല്ലാത്തിനും പര്യവസാനം കണ്ട് സുഗമമായി ജീവിതത്തിലേക്ക് ഈ കാലം കടന്നുപോയേ മതിയാവൂ. ശിഷ്ടകാലം ആരൊക്കെ ജീവനോടെ ഇരിക്കും എന്നതിന് ഒരു ഉറപ്പുമില്ല. തൂഫാൻ, തൂഫാനായക. കൊടുങ്കാറ്റ് വസതിയിൽ ആഞ്ഞടിക്കാൻ പോകുന്നു. മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടും ശ്രദ്ധിച്ചാകണം. ഒരു ജീവൻ പിറവിയെടുക്കാൻ പോകുന്നത് നമുക്ക് മാസങ്ങൾക്ക് മുൻപേ അറിയാൻ കഴിയും. എന്നാൽ ഒരു ജീവൻ ഇല്ലാതാകാൻ പോകുന്നു എന്ന് ഒരു നിമിഷം മുൻപ് പോലും നമുക്കറിയാൻ സാധിക്കുന്നില്ല. അത്രയ്ക്ക് നിസ്സാരനാണ് മനുഷ്യൻ. തൂഫാനായക, 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 തൂഫാനായക. തൂഫാൻ വന്നു കഴിഞ്ഞു. തൂഫാനായക, 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 തൂഫാനായക. അമ്മ ഇപ്പൊ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം. തൽക്കാലം ഞാൻ പറയുന്നത് നീ അങ്ങോട്ട് കേട്ടാ മതി. ഇങ്ങോട്ട് വന്നേ. പിന്നെ ഗായത്രിയമ്മേ, ഇവൾക്ക് ഇന്നലെ മുതലൊരു തലവേദന. ഞാൻ കൊണ്ടുപോയിന്ന് ഡോക്ടറെ കാണിച്ചിട്ട് വരാം. ശരി. എന്താ രേഖ മാഡം, ഇപ്പൊ
എന്തിനിപ്പോ ഇങ്ങനൊരു ടെസ്റ്റ് ചെയ്യാൻ വന്നത്? എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതായി തോന്നിയോ? അങ്ങനെയൊന്നുമില്ല ഡോക്ടറെ. ഇവളുടെ ചില രീതികളൊക്കെ കണ്ടപ്പോ എനിക്കൊരു സംശയം. അതാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. മാത്രമല്ല, കല്യാണം കഴിഞ്ഞിട്ട് വർഷം എത്രയായില്ലേ? ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നതിൽ എന്താ തെറ്റ്? പണ്ടത്തെ കാലമൊന്നും അല്ലല്ലോ. ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ ഭക്ഷണക്രമങ്ങളൊക്കെ തന്നെ വേറെയല്ലേ? ഇനിയെങ്ങാനും എന്റെ സംശയം ശരിയാണെങ്കിൽ ഇപ്പോഴേ ഗുളികയും മരുന്നൊക്കെ കഴിച്ചു തുടങ്ങാലോന്ന് കരുതി. അത് രേഖ മാഡത്തിന്റെ അമ്മയ്ക്ക് അറിവില്ലാത്തത് കൊണ്ടാ. ഇപ്പോഴത്തെ ആയാലും പണ്ടത്തെ ആയാലും സിംറ്റംസ് എല്ലാം ഒരുപോലെയാ. പിന്നെ മാഡം പറഞ്ഞതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ മെഡിസിൻ കഴിച്ചു തുടങ്ങാലോ. എന്റെ മോൾക്ക് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവാൻ സാധ്യതയൊന്നുമില്ല. അങ്ങനെ ഞാൻ അവളെ വളർത്തിയത് അല്ലേ മോളെ? അതുമാത്രാണോ, കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാലേ എന്റെ മോൾക്ക് ജീവനാ. പിന്നെ ഗായത്രിയമ്മ എന്ത് പറയുന്നു? മുത്തശ്ശി ആയതിലുള്ള സന്തോഷായിരിക്കും അല്ലേ? അതെ അതെ, ഗായത്രി അമ്മ സന്തോഷം കൊണ്ട് അങ്ങനെ മതി പറന്ന് നടക്കുക. ഇപ്പോഴേ കുഞ്ഞിനെ കൈവെള്ളേ കിട്ടിയതുപോലെയാ ശ്രീലക്ഷ്മിയോടുള്ള പെരുമാറ്റം. അത് വല്ലതും ഇല്ലാതായെങ്കിലേ എന്റെ ഈശ്വര, ഗായത്രി അമ്മയുടെ അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. You may go. ശരി ഡോക്ടർ. രേഖ മാഡം, അത് എന്താ ഡോക്ടർ, എന്തു പറ്റി? അത് ഐ എം സോറി. ഞാൻ പറയാൻ പോകുന്നതിന്റെ സീരിയസ്നെസ് അതേ അർത്ഥത്തിൽ തന്നെ എടുക്കണം. ഡോക്ടർ കാര്യം പറ. പറയാം. രേഖ മാഡത്തിന്റെ ഫെലോപ്പിയൻ ട്യൂബ് ബ്ലോക്ക്ഡ് ആണെന്നാണ് ടെസ്റ്റിൽ നിന്നും മനസ്സിലാവുന്നത്. എന്നുവെച്ചാ രേഖ മാഡത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരമ്മയാവാൻ സാധിക്കില്ല. ഇങ്ങനൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് രേഖ മാഡം ഇതുവരെ പ്രഗ്നന്റ് ആകാതിരുന്നത്. ഇതിനെന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ? പുറത്തേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയാലോ? എവിടെ കൊണ്ടുപോയാലും അവരും ഇത് തന്നെയാവും പറയുക. സർജറിയിലൂടെയോ മെഡിസിൻ കഴിച്ചോ മാറുന്ന ഒന്നല്ല ഇത്. ലോകത്തിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം ലഭിച്ചവരിൽ വിരലിലെണ്ണാവുന്ന സ്ത്രീകളെ ഉള്ളൂ. ഡോക്ടർമാർ ഇപ്പോഴും ഇതിനെ മിറാക്കിൾ മാത്രമായിട്ടാണ് കാണുന്നത്. വളരെ റെയറായിട്ട് മാത്രമേ അതുണ്ടാകാറുള്ളൂ. പിന്നെ ഞാൻ എന്റെ പ്രൊഫസറിനോട് ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചു നോക്കാം. അന്വേഷിക്കാമെന്നേ ഉള്ളൂ. പ്രതീക്ഷിക്കാമെന്നൊരർത്ഥം അതിനില്ല. എനിവേ, ഞാൻ 1-2 മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാം. നമ്മൾ ശ്രമിക്കുന്നതിൽ തെറ്റില്ലല്ലോ.
സാൻഡ്ര, സോറി, താൻ വന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വേറെന്തോ ആലോചിച്ചിരിക്കുകയായിരുന്നു. അറിയാം സർ, സന്തോഷമുള്ള കാര്യങ്ങളല്ലേ ചുറ്റും നടക്കുന്നത്. അത് സാൻഡ്ര പറഞ്ഞാൽ ശരിയാ. സത്യം പറഞ്ഞാൽ ജോലിയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. എങ്കിൽ സർ വീട്ടിലേക്ക് പൊയ്ക്കോളൂ, ഞാൻ മാനേജ് ചെയ്തോളാം. ഏയ്, അത് സാരമില്ല. ഇതെന്താ? ചില സ്ഥലങ്ങളിൽ പോകുമ്പോ കണ്ടിഷ്ടപ്പെട്ട് വാങ്ങി വെച്ചതാ. ചുരുക്കി പറഞ്ഞ എന്റെ കുറെ വട്ടുകളിൽ ഒരു വട്ടെന്ന് വേണമെങ്കിൽ പറയാം. ആഗ്രഹങ്ങൾക്കും ആലോചനകൾക്കും അതിര് വെക്കാത്ത സമയത്ത് ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എനിക്കൊരു മോള് ജനിക്കുന്നത്. ലക്ഷ്യം ഒരേ ഒരാളായതുകൊണ്ട് പലപ്പോഴും ചുറ്റും നടന്ന സത്യങ്ങളെ ഞാൻ തിരിച്ചറിഞ്ഞില്ല, അതിന് ശ്രമിച്ചിട്ടുമില്ല. ഒരു കുടുംബം, ഇഷ്ടപ്പെട്ട ആളുമായിട്ട്, അതിലായിരുന്നു മുഴുവൻ ചിന്തയും. എന്റെ ആലോചനകളെല്ലാം ഉദ്ദേശിച്ചത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമുള്ള ജീവിതത്തെ പറ്റിയായിരുന്നു. അതാ ഞാൻ ആദ്യം പറഞ്ഞത് പല വട്ടുകളിൽ ഒന്നാണിതെന്ന്. ഇപ്പൊ എനിക്ക് ബോധ്യമാവുന്നുണ്ട്, ഇതെനിക്കല്ല ആവശ്യം, ശ്രീലക്ഷ്മിക്കാണ്. ഇത് മാത്രമല്ല, എന്റെ പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ശ്രീലക്ഷ്മിയുടെ ജീവിതത്തില് സംഭവിച്ചുകൊണ്ടിരിക്കുക. രവിവർമ്മനോട് ചേർത്ത് നിർത്തേണ്ട പേര് സാൻഡ്ര എന്നല്ല, ശ്രീലക്ഷ്മി എന്നാണ്. ഇനിയും അത് മനസ്സിലാക്കാതെ ഒരു വിഡ്ഢിവേഷം കെട്ടാൻ ഞാൻ തയ്യാറല്ല സാർ. ഞാൻ പറഞ്ഞതിലോ പ്രവർത്തിച്ചതിലോ എന്തെങ്കിലും സാറിനോ ശ്രീലക്ഷ്മിക്കോ വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാളും എന്നോട് ക്ഷമിക്കണം. സാൻഡ്ര, ഒരു കൺഫെഷന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ എപ്പോഴും പറയുന്നത് ഇപ്പോഴും എനിക്ക് പറയാനുള്ളൂ. സാൻഡ്ര ഒരിക്കലും ഞാൻ വേറൊരു രീതിയിൽ കണ്ടിട്ടില്ല. കാരണം ശ്രീലക്ഷ്മിയെ മറന്ന് ഞാൻ ഒരു നിമിഷം പോലും ജീവിച്ചിട്ടില്ല. ശ്രീലക്ഷ്മിക്ക് പകരമാകാൻ സാൻഡ്രയ്ക്കെന്നല്ല ആർക്കും പറ്റില്ല. മാത്രമല്ല, സാൻഡ്രയ്ക്ക് ഒരു തരത്തിലും മാച്ചാകാത്ത ഒരാളാണ് ഞാൻ. ഒരിക്കലും സാൻഡ്ര കരുതുന്ന പോലൊരു ജീവിതം തരാൻ എനിക്കാവില്ല. വൈകിയാണെങ്കിലും തിരിച്ചറിവുകൾ നല്ലതാണ്. പിന്നെ എനിക്കും ശ്രീലക്ഷ്മിക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും കിട്ടുന്ന ആദ്യ സമ്മാനമാണിത്. വേറെ എന്തിനേക്കാളും ഇതിന് ഞാൻ വിലമതിക്കുന്നു. പ്ലീസ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ശ്രീലക്ഷ്മിയോടും പറയണം എന്നോട് ക്ഷമിക്കാൻ. പലപ്പോഴും എന്റെ പ്രവൃത്തികൾ അതിരുവിട്ടപ്പോ ശ്രീലക്ഷ്മിയുടെ ശകാരങ്ങൾ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ അവസാനത്തെ കൂടിക്കാഴ്ച അത്ര സുഖമുള്ളതും ആയിരുന്നില്ല. സമയം കിട്ടുമ്പോൾ ഞാൻ ശ്രീലക്ഷ്മിയെ നേരിട്ട് വന്ന് കണ്ടോളാം. എഗെയിൻ ആൻഡ് എഗെയിൻ കൺഗ്രാറ്റ്സ് സർ. താങ്ക് യു സാൻഡ്ര. രേഖ മാഡത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരമ്മയാവാൻ സാധിക്കില്ല. ലോകത്തിൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മോചനം ലഭിച്ചവരിൽ വിരലിലെണ്ണാവുന്ന സ്ത്രീകളെ ഉള്ളൂ.
മോളെ, ഇനി വിഷമിച്ചിട്ട് എന്താ മോളെ കാര്യം? ഇതൊന്നും നമ്മുടെ തെറ്റല്ലല്ലോ. ഒരിക്കൽ പോലും ഞാനൊരമ്മയാവണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പലരും ചോദിച്ചപ്പോ പല കാരണങ്ങൾ നിരത്തി ഞാൻ അതിന് ഉത്തരം കൊടുക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഒരിക്കലും ഒരു അമ്മയാവില്ലെന്ന് കേട്ടപ്പോ എന്തോ എനിക്കിത് ഞാനെന്നല്ല ഏതൊരു പെണ്ണും തകർന്നു പോവില്ലേ അമ്മ? എനിക്ക് വിഷമമില്ലെന്നാണ് മോള് കരുതുന്നത്. പക്ഷേ അങ്ങനെ വിഷമിച്ച നമ്മൾ എങ്ങനെ ലക്ഷ്യത്തിലെത്തും? നോക്കണ്ട, അത് തന്നെ. വർമ്മൻ വില്ലയുടെ മുറ്റത്ത് ഓടിക്കളിക്കുന്ന ആദ്യത്തെ കുഞ്ഞ് അത് നിന്റേതാവണം. അമ്മ എന്താ ഈ പറയുന്നത്? ഇനി അതെങ്ങനെ സാധിക്കും? സാധിക്കാത്തത് വിധി. ആ വിധി നമ്മൾ ചെറുതായൊന്ന് തിരുത്തുന്നു, രഹസ്യമായി. ഒരു ഗർഭിണിയായ പെണ്ണിന്റെ അസ്വസ്ഥതകളില്ലാതെ പേറ്റുനോവറിയാതെ നീ ഒരു അമ്മയാവും. ശ്രീലക്ഷ്മി അമ്മയാവുന്നതിന് മുൻപ് തന്നെ. അമ്മ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങള്. രഘുവും ബ്രദർ ലോയും മദർ ലോയോടൊക്കെ അവരോടൊക്കെ എന്ത് പറഞ്ഞു വിശ്വസിപ്പിക്കും? നിന്റെ ഭാഗ്യത്തിന് നിനക്ക് കിട്ടിയിരിക്കുന്ന ഒരു മണഗുണാഞ്ചൻ ഭർത്താവിനെയാ. ഇപ്പൊ രാത്രിയാണെന്ന് നീയൊന്ന് തറപ്പിച്ചു പറഞ്ഞ അത് വിശ്വസിക്കുന്നവനാ നിന്റെ ഭർത്താവ്. ആ വിശ്വാസം വേണം മുതലെടുക്കാൻ. കണ്ണടച്ചു പാല് കുടിക്കുമ്പോ പൂച്ചയ്ക്ക് തോന്നും ചുറ്റും ഇരുട്ടാണെന്ന്. അതുപോലെ വർമ്മൻ വില്ലയിലുള്ള എല്ലാവർക്കും തോന്നണം ഇപ്പൊ ഇരുട്ടാണെന്ന്. നമ്മൾ അങ്ങനെ തോന്നിപ്പിക്കണം. അമ്മ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഈ ഡോക്ടർ നമ്മുടെ ഫാമിലി ഡോക്ടറും കൂടിയാ. ഡോക്ടർ പറഞ്ഞ എന്തായാലും എല്ലാവരും അറിയും. അതൊക്കെ നീ എനിക്ക് വിട്ടേക്ക്. നീ എന്താണോ ആഗ്രഹിച്ചത് അത് നിന്റെ കയ്യിൽ തന്നെ വെച്ചു തരും ഈ രാജലക്ഷ്മി. പിന്നെ ഗർഭിണിയല്ലാത്ത നീ പ്രസവിക്കുന്നത് പോലെ ഗർഭിണിയായ ശ്രീലക്ഷ്മിയും ചിലപ്പോ പ്രസവിച്ചില്ലെന്നും വരും. ഇല്ലാത്ത ഗർഭം ഉണ്ടാക്കാനാ മോളെ പാട്. ഉള്ളത് നശിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാ. നീ ഇങ്ങനെ വിഷമിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നീ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്നാ മാത്രം മതി. ബാക്കിയെല്ലാം ഞാനേറ്റു. ഏതായാലും കുറെ നാളുകൾക്ക് ശേഷമുള്ള എന്റെ ഈ വരവ് വെറുതെ ആയില്ല, അത് തീർച്ച. നിങ്ങള് സ്ഥിരമായിട്ട് ഇവിടെ തന്നെ നിൽക്കണമെന്ന് എന്റെ അഭിപ്രായം. രവിയുടെ ഇഷ്ടവും അത് തന്നെയാ. എങ്ങനെയുണ്ട് മോളെ തലവേദന? ഇത് വെറും തലവേദനയല്ല ഗായത്രിയമ്മേ. പിന്നെ അത് ഗായത്രി അമ്മയുടെ മൂത്ത മരുമകൾ ശ്രീലക്ഷ്മിയെ പോലെ ഇളയ മരുമകളും അമ്മയാവാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാനുള്ള മുന്നറിയിപ്പിന്റെ ഭാഗമായുണ്ടായ തലവേദനയാത്. എന്ന് പറഞ്ഞാലേ അത് തന്നെ. എന്റെ മോള് രേഖയും ഗർഭിണിയാണ്. മോളെ